അസ്സലാമു അലൈക്കും. ഇസ്ലാമിനെതിരെ ശക്തമായി ആരോപണങ്ങൾ പറയുകയും ഇസ്ലാമിനെ തെറി പറയുകയും ഇസ്ലാമിനെക്കുറിച്ച് വളരെ മോശമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയത്. നമുക്കറിയാം, ആളെ നമുക്ക് മനസ്സിലായി കാണും. സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ചു. അതിൽ നിന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാൻ ആളുകളുണ്ടായി. അദ്ദേഹം വാങ്ങിച്ചു ഒരുപാട് വർഷമായി. അപ്പോൾ അദ്ദേഹം ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ച് അവർ നടത്താറുണ്ട്. അദ്ദേഹം തൻ്റെ ഭാര്യ നടത്താറുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം കേസും കാര്യവും അവർ കുടുംബജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണല്ലോ. അപ്പോൾ എല്ലാവരും അറിയാവുന്നത് സംഭവം. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബജീവിതം തകർന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. നന്നാവട്ടെ, കുടുംബജീവിതം അവർ ശരിയാവുകയും ഒന്നും ജീവിക്കുകയും ചെയ്യട്ടെ എന്നാണ് നമ്മൾ പറയാനുള്ളത്. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോട്ടിവേഷൻ സ്പീക്കൊക്കെ നടത്തുമ്പോൾ ഭയങ്കരമായ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഭയങ്കര തന്നെ പൊളി തന്നെ, ഭാര്യയും ഭർത്താവും ഭയങ്കര അടുപ്പാണ്, ഭയങ്കര ലോകിയാണ്, ഇതുപോലെ അറിവുണ്ടെങ്കിൽ ഭയങ്കര സമാധാനമായിരിക്കും കുടുംബത്തിൽ നിന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത്, ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കും ഒരാൾക്ക് കുടുംബജീവിതത്തിനെ കുറിച്ച് നല്ല രീതിയിൽ അറിവുണ്ടെങ്കിൽ അത് ആ കുടുംബജീവിതത്തിന് വളരെ മാധുര്യം നൽകുകയും വളരെ നല്ല സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെയാണ്. പക്ഷേ ഒരാൾ പഠിച്ചാലും ഇനിയിപ്പോൾ രണ്ടാളും പഠിച്ചാലും ഇതാണ് അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, ഇതുപോലെ നമ്മൾ പല വീഡിയോസ് കാണാറുണ്ട്. എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസ്, ഭാര്യ ഭർത്താവിൻ്റെ, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഒരുപാട് വീഡിയോസ്. അത് കാണുമ്പോൾ ചില ആളുകൾ ഒരിക്കൽ തെറ്റിയില്ലെങ്കിൽ മതി, ഇനിയിപ്പോൾ ഇവർ ഭയങ്കര സ്നേഹം, ഭയങ്കര അത്ഭുതം തോന്നും നമുക്ക്. പക്ഷെ അത് ക്യാമറക്ക് മുമ്പിൽ എളുപ്പമാണ്. നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമേ ക്യാമറക്ക് മുമ്പിൽ നിൽക്കേണ്ടു, ഒരു റീൽസ് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ. അപ്പോൾ അതിപ്പോൾ നമുക്കറിയാം, സിനിമാ മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന ആളുകളുണ്ട്, നല്ല ഭാര്യയായിട്ട് നല്ല ഭർത്താവായിട്ട്. പക്ഷേ അങ്ങനെയുള്ള ഈ മേഖലയിൽ, ഈ സിനിമാ മേഖല ഏറ്റവും കൂടുതൽ അധികം ഡൈവോഴ്സ് നടക്കുന്നതും കേസും ഡൈവോഴ്സും പ്രശ്നങ്ങൾ നടക്കുന്നത്. കാരണം അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നടത്താൻ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം, അദ്ദേഹം സ്മോക്കിങ്ങിനെതിരെ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായ ക്ലാസ്സാണ്, അത് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു നാട്ടിലൊരു സംഘടനക്കാർ അദ്ദേഹത്തെ കൊണ്ടുവന്നു, ഒരു 50 ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കരമായി സിഗരറ്റ് വലിക്കുന്ന 50 ആളുകൾക്ക് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ഈ 50 ആളുകൾക്ക് ക്ലാസ് എടുത്തു. മുമ്പിൽ ഭയങ്കര ടെലിവിഷൻ പോലത്തെ വലിയൊരു TV ഒക്കെ സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനെ സ്ക്രീനിൽ പല ഭാഗങ്ങളും ഈ ക്യാൻസർ വരുന്നതും അത് ഹൃദയത്തിന് പിടിക്കുന്ന കറയും അതുപോലെ ഉള്ള ഇതൊക്കെ ഇട്ട്, അതുപോലെ വലിച്ചിട്ട് അസുഖമായി വരുന്ന ചുണ്ടൊക്കെ പൊട്ടി, അതുപോലെ ഈ തൊണ്ടൊക്കെ ഇതായി, ഈ കവളൊക്കെ ഇങ്ങനെ ആയി, ഒരുപാട് അങ്ങനെക്കുറിച്ചുള്ള സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഭയങ്കരമായി അദ്ദേഹം ക്ലാസ് എടുത്തിട്ട് ആളുകൾക്ക് ഇതൊക്കെ എഫക്റ്റായി. ആളുകൾ പേടിക്കുക മാത്രമല്ല, അവർ തങ്ങളെ കയ്യിലുള്ള സിഗരറ്റിൻ്റെ പാക്കറ്റുകൾ താഴെയിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് അവർ കടന്നുപോയി. ഇനിയൊരിക്കലും വലിക്കില്ലെന്ന് ചില ആളുകൾ ശപഥം ചെയ്തു. ഇനി പോയി കുറേ കഴിയുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് ബാക്കിൽ കുറച്ചൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ സൈഡിൽ മൂലൊക്കെ ഒളിച്ച് നിന്നിട്ട് ഈ ക്ലാസ് എടുത്ത വ്യക്തി സ്മോക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ആളുകൾ കണ്ട എന്തായിരിക്കും അവസ്ഥ നമ്മുടെ നാട്ടിൽ പറയണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്കത് ക്ലാസ് എടുക്കാനും പറയാനൊക്കെ വളരെ എളുപ്പമാണ്. മോട്ടിവേഷൻ സ്പീക്കൊക്കെ നടത്താൻ വളരെ എളുപ്പമാണ്. നമ്മളത് കൃത്യമായി പഠിക്കുക, നല്ല ഹൈ എനർജിയിൽ നിൽക്കുക, അതിൻ്റെ നമ്മളത് അവതരിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെയല്ല, മറിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ റീൽസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട്, പല ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര അടുപ്പം, നമുക്ക് അസൂയ തോന്നിപ്പോവും. ചിലപ്പോൾ അസൂയ പാടില്ല, പക്ഷെ നമുക്ക് തോന്നിപ്പോവും ചില ആളുകൾക്ക് കാണുമ്പോൾ. പക്ഷേ അത് റീൽസിൻ്റെ മുമ്പിലാണ്, ക്യാമറക്ക് മുമ്പിലാണ് അഭിനയിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ക്യാമറക്ക് മുമ്പിൽ നല്ല മനുഷ്യനായിട്ട് അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനൊരു യാത്രയിൽ കർണാടകയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്, കുടുംബക്കാരുണ്ട്, പരിചയമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞ വാക്ക്, ഈ 1 മണിക്കൂർ സംസാരിക്കുമ്പോൾ 2-3 തെറ്റ് നിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു, സംസാരത്തിൽ ചെറിയ പിഴവുകൾ. അപ്പോൾ അദ്ദേഹം നോട്ട് ചെയ്തിരിക്കുക. നമ്മൾ സീരിയസ് ആയി എന്നോട് ചോദിക്കുക. അപ്പോൾ എൻ്റെ കുടുംബക്കാരൻ ചോദിക്കുകയാണ്, നിനക്ക് അങ്ങനെ തെറ്റ് പറ്റി? ഇങ്ങനെ യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ആളല്ലേ, സംസാരിക്കുന്ന ആളല്ലേ, അങ്ങനെ തെറ്റ് പറ്റാവുമോ? ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ നമ്മൾ ക്യാമറ പിടിച്ച് സംസാരിക്കുന്ന പോലെ, മറിച്ച് നാച്ചുറലി നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഭാര്യയുടെ അടുത്ത്, കുട്ടികളടുത്ത്, മക്കളോടത്ത്, കുടുംബക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇടവരുമ്പോൾ ചെറിയ വാക്കിൽ മിസ്റ്റേക്കുകൾ വരാം, ചെറിയ തെറ്റുകൾ വരാം. അത് വലിയ ആനമറിയുന്ന കാര്യങ്ങൾ, ലോകം അറിഞ്ഞുകൂടുന്ന കാര്യങ്ങളൊന്നും അല്ല. ചിലപ്പോൾ സാധാരണ മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റും. അതുപോലെ സ്പീക്കർ നടത്തുമ്പോൾ നമ്മൾ എത്ര കണ്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസ്സൊക്കെ നടത്തുന്നത്, വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതുപോലെയല്ല, മറിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. അതേപോലെ ചില ആളുകൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ മാത്രം കാണുക, അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക,
അങ്ങനെയുള്ള അവിടെ തെറ്റിയിട്ടുണ്ട്, ഇവർ തെറ്റിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതിന് വേണ്ടി തന്നെ സമയം. അപ്പോൾ ചില എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ന്യൂസ് വരുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ തന്നെ എൻ്റെ A to Z കാര്യങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും നോക്കാനും പഠിക്കാനായിട്ട് അങ്ങനെ തന്നെ മാറ്റമാണ്. ജീവിതം തന്നെ ഒരാഴ്ചത്തെ ജീവിതം തന്നെ ആയിപ്പോവും. അങ്ങനെ ആകരുത്. നമുക്കൊരു ദിവസം കൊണ്ട് വേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, വേറെ ന്യൂസുകൾ കേൾക്കുക, വേറെ കാര്യങ്ങൾ പഠിക്കുക. ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട്, അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ കൂടുതൽ കാര്യമായിട്ട് അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നല്ല കാര്യങ്ങൾ, നല്ല ന്യൂസുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്കൊരു ഗുണങ്ങളുണ്ടാവും ജീവിതത്തിൽ. നമുക്കെപ്പോഴും ബെനിഫിറ്റ്. നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെ. അത് നമുക്ക് നല്ലതിനും അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്താലും നല്ലൊരു മെസ്സേജ് നൽകിയാൽ, നല്ലൊരു ഉപദേശം നൽകിയാൽ മറ്റുള്ളവർക്കും നന്മയാകുക, നമുക്കും നന്മയാകുക. വെറും ഹാസ്യം, വെറും കോമഡിയും വെറും തമാശയും മാത്രമല്ലാതെ അത് എപ്പോഴൊക്കെ ഒരു തമാശ ആകാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു തമാശ പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യം നിർത്താം. ഈ ഭാര്യയും ഭർത്താവും ഭയങ്കര ഇതായിരുന്നു. 40 വർഷത്തോളമായി അവരൊന്നിച്ച്, ഒരു 10-25 വർഷത്തോളം അല്ലെങ്കിൽ 40 വർഷത്തോളമായി അവരൊന്നിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു തോന്നൽ, ഞാനിങ്ങനെ പോരപ്പാ, ഞാനൊരു നല്ല ഭർത്താവല്ലേ, ഇനിയിപ്പോൾ കുറച്ച് കാലം മരിക്കാനായി, ഇനിയിപ്പോൾ നന്നാവണം, ഇനിയിപ്പോൾ നല്ലൊരു ഭർത്താവാകണം എന്ന് പറഞ്ഞ് അദ്ദേഹം നല്ല ക്ലാസ്സൊക്കെ കേൾക്കാൻ പോയി. അങ്ങനെ നല്ലൊരു ക്ലാസ്സൊക്കെ കേട്ട് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം തോന്നി. ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കും, നല്ലൊരു കമൻറ്റ് ഇതുവരെ പറഞ്ഞില്ല. അതുപോലെ തൻ്റെ ഭാര്യയോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ദിവസം ഒരു നന്ദി വാക്ക്, ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു ജസാക്കുമുല്ലാഹ് ഖൈർ ഇതുവരെ പറഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം വിചാരിച്ച് ബേജാറായി വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തൻ്റെ ഭാര്യ അന്ന് ഭക്ഷണമൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് അദ്ദേഹം കഴിച്ചിട്ട് പറഞ്ഞു, ഓ ജസാക്കുമുല്ലാഹ് ഖൈർ, നല്ല അടിപൊളി ഭക്ഷണം, എൻ്റെ ജീവിതം ഇങ്ങനത്തെ ഒരു ഭക്ഷണം നല്ല കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻറ്റൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഭാര്യ പോയി നേരെ മാച്ചിയെടുത്ത് വന്നു. പിന്നെ അടിയായിരുന്നു അവിടെ. അപ്പോഴും അവിടെ വഴക്കായിരുന്നു, ഇന്ന് അടിയാണ് അവിടെ ആ കുടുംബത്തിൽ. സംഭവം എന്താ വെച്ചാൽ അന്ന് ഭാര്യയ്ക്ക് സുഖം ഉണ്ടായില്ല, ഭാര്യയ്ക്ക് പനിയായിരുന്നു, അല്ലെങ്കിൽ നല്ല തലവേദനയായിരുന്നു, അസുഖമായിരുന്നു. അപ്പോൾ ഭാര്യ ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ നിന്നില്ല. നേരെ അടുത്ത വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എന്തെങ്കിലും എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരുന്നെങ്കിൽ ഭക്ഷണം. അങ്ങനെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതായിരുന്നു ഇവിടെ ഭയങ്കര പ്രശ്നമായുള്ള കാരണം. അങ്ങനെ പലപ്പോഴും അവരുടെ ഇണയുടെ അവസ്ഥയും, നമ്മളിപ്പോൾ സുഹൃത്തിൻ്റെ ആയാലും തന്നെ പലപ്പോഴും നമ്മൾ പല ആളുകളെ കാണുമ്പോൾ പല കമൻറ്റുകളും പെട്ടെന്ന് പറയാറുണ്ട്. എന്താ അവരുടെ അവസ്ഥ, പലപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരേത് അവസ്ഥയിലാണുള്ളത്. ചിലപ്പോൾ പിതാവ് മരിച്ചിട്ടായിരിക്കും, വിഷമത്തിലായിരിക്കും അദ്ദേഹം വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരന് ഒരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമകരമായ ന്യൂസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിട്ടുകൊണ്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അതുപോലെ നമ്മുടെ ഭാര്യ ആണെങ്കിലും അപ്പുറത്ത് ഇരിക്കുന്ന ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏതൊരു അവസ്ഥയിൽ, ഏതൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. നമ്മൾ പലപ്പോഴും പല തമാശയും പല കാര്യങ്ങളും പെട്ടെന്ന് അദ്ദേഹം പെട്ടെന്ന് ചൂടായി. ചില ആളുകൾ ചൂടാകാത്ത ആളുകളുണ്ട്, പെട്ടെന്ന് ചിലപ്പോൾ ചൂടാവും. ചിലപ്പോൾ അന്നത്തെ ആ മാനസികാവസ്ഥ അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് ഒരു കീപ്പ് ചെയ്യാനും നമ്മൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മൾ ആ സ്ലോപ്പിൽ അങ്ങ് നിന്ന് കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം ചില സന്ദർഭങ്ങളിൽ. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരുടെ ദേഷ്യം പറയാനും നമുക്ക് സാധിക്കട്ടെ.